ഹലോ ഗുഡ് മോർണിംഗ് എവറി വൺ. നമ്മുടെ ഡബിൾ മല്ലു വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വചനപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ക്രിസ്ത്യാനികൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് വചനപ്പെട്ടി എന്താണെന്നുള്ള കാര്യം. സോ മോസ്റ്റ്ലി എല്ലാ ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലും വചനപ്പെട്ടി സാധാരണ കാണാറുണ്ട്. സോ നമ്മൾ എല്ലാവർക്കും പിള്ളേരുൾപ്പെടെ എല്ലാവർക്കും ഒരു ശീലമാണ് നമ്മുടെ വചനപ്പെട്ടിയിൽ നിന്ന് നമ്മൾ വചനമെടുത്ത് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ നമ്മൾ ഓടിപ്പോയി വചനപ്പെട്ടി തുറന്നിട്ട് വചനപ്പെട്ടി എടുത്ത് നോക്കും. സോ ഫോർ പേഴ്സണലി സ്പീക്കിംഗ് എൻ്റെ ഒരു കാര്യം, ഞാൻ എല്ലാ ദിവസവും വചനപ്പെട്ടി രാവിലെ എണീച്ച് കഴിയുമ്പോൾ നോക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ വചനപ്പെട്ടിയിൽ നിന്ന് ഒരു വചനം എടുത്ത് ജസ്റ്റ് നോക്കാറുണ്ട്. അങ്ങനെ ഒരു ശീലം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ പലർക്കും, എനിക്കെന്നല്ല, അങ്ങനെ പലർക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ചെയ്യാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വചനപ്പെട്ടി യൂസ് ചെയ്യുന്നവരാണ് ക്രിസ്ത്യൻസിൽ മോസ്റ്റ്ലി എല്ലാവരും. അതുപോലെ തന്നെ മോസ്റ്റ്ലി ഞാൻ കടകളിലൊക്കെ കണ്ടിട്ടുണ്ട് എല്ലായിടത്തും വചനപ്പെട്ടിയൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ വചനപ്പെട്ടിയാണ് നമുക്ക് ഹിന്ദുക്കളായിട്ടുള്ള ഒത്തിരി സഹോദരങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പം വചനപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, തിരുവചനങ്ങൾ എഴുതിയ ഒരു പെട്ടി, ഒരു ഇങ്ങനെ കാർഡ് പോലെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്കറിയാം. കണ്ടില്ലേ, തിരുവചനങ്ങളാണ് ഫുള്ള് ഇതിൻ്റെ അകത്ത്. നമ്മുടെ ബൈബിളിലെ തിരുവചനങ്ങളാണ് അങ്ങനെ എഴുതിയേക്കുന്ന. എല്ലാ തിരുവചനങ്ങളും കുറേ എഴുതിയേക്കുന്ന ഒരു കാർഡുകളുള്ള ഒരു പെട്ടിയാണ് വചനപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ സാധാരണ ഇത് എല്ലാ ക്രിസ്ത്യൻസിൻ്റെ, ഇപ്പം ക്രിസ്ത്യാനികളിലെ സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ ഇപ്പം സാധാരണ നമ്മൾ രൂപങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ മാലകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പം ഞാനിത് വാഴക്കുളത്തുനിന്നാണ് മേടിച്ചത്. എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് വാഴക്കുളത്തുനിന്നാണ് മേടിച്ചത്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു കാര്യമാണ് തിരുവചനപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇതിനകത്ത് തിരുവചനങ്ങൾ പല കളറിലാണ്, ഇങ്ങനെ പല കളർ സൈസ് പേപ്പേഴ്സ് ഉണ്ട്. കുഞ്ഞ് പേപ്പറാണ്, പല പല കളറുകൾ ഉള്ള പേപ്പറുകളാണ്. അപ്പം അങ്ങനെ നിറയെ എഴുതിയിട്ടുണ്ട്. അപ്പം തിരുവചനപ്പെട്ടി നമ്മൾ സാധാരണ സൂക്ഷിക്കുന്നത് നമ്മുടെ വീടിൽ ബൈബിളൊക്കെ വയ്ക്കുന്ന സ്ഥലത്ത്, നമ്മുടെ ഈശ്വരനെ കലങ്കരിച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്ത്, കുരിശ് വരയ്ക്കാനൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ സെപ്പറേറ്റ് രൂപക്കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾ തിരുവചനപ്പെട്ടി സാധാരണ സൂക്ഷിക്കാറ്. അപ്പം ഞാനിത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന സമയത്ത്, നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ്. കാരണം തിരുവചനം, നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മനസ്സിനൊരു വിഷമമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം പോയി എടുക്കുന്ന കാര്യമാണ് തിരുവചനപ്പെട്ടി. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും ഒരു നമ്മൾ ആ ഒരു കാര്യത്തെ സമർപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ നോക്കിക്കൊണ്ട് നമ്മൾ ഓടിച്ചെന്ന് നമ്മൾ തിരുവചനം എടുത്ത് വായിക്കുന്നു. അപ്പോൾ നമുക്ക് ആ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു പോസിറ്റിവിറ്റിയാണ്. നമ്മുടെ മനസ്സ് കൊണ്ട് എന്തോ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യം നമ്മളിപ്പം ആലോചിച്ച് നോക്കാം, നമുക്കൊരു ജോലിയെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ തീരുമാനം എന്താണെന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പോയി സാധാരണ എടുക്കാറുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈശോ പറഞ്ഞു തരുന്ന ആ ഒരു വചനം, അത് നമുക്കൊരു പോസിറ്റിവിറ്റി നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യാറുണ്ട്. അപ്പം അത് നല്ലൊരു കാര്യമായിട്ട് തോന്നാറുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ ഇത് യൂസ് ചെയ്യും. ഇപ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുടെ വീട്ടിലും തിരുവചനപ്പെട്ടി സൂക്ഷിക്കുന്ന പലരും എനിക്കറിയാം പേഴ്സണലായിട്ട്. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ഒരു ഹോപ്പ് നൽകുന്നതുമായിട്ടുള്ള തിരുവചനങ്ങളെല്ലാം നമുക്ക് ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷകളും ഹോപ്പുകളും നൽകുന്ന വചനങ്ങളാണല്ലേ. അപ്പം ഇത് ഒരെണ്ണം സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും എല്ലാവരും. ഇതിനകത്തിരിക്കുന്ന ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ വചനങ്ങൾ എടുത്ത് രാവിലെ നോക്കാറുണ്ട്. എന്താണ് നമ്മൾ കണ്ടോ, എനിക്കിപ്പോൾ കിട്ടിയൊരു വചനം ഇതാണ്: നിന്റെ സഹോദരൻ ദരിദ്രനാവുകയും തന്നെ തന്നെ രക്ഷിക്കാൻ അവന് വകയില്ലാതാകുകയും ചെയ്യുന്നെങ്കിൽ നീ അവനെ സംരക്ഷിക്കണം. അത് ലേവ്യരുടെ 25-ാം അധ്യായം 35-ാമത്തെ വചനമാണ്. അപ്പം അങ്ങനെ ഒത്തിരി ഇഷ്ടംപോലെ വചനങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മൾ ഈ വചനപ്പെട്ടി യൂസ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. വചനപ്പെട്ടി യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും അതുപോലെ തന്നെ വചനപ്പെട്ടി എത്ര നാളായി യൂസ് ചെയ്യാറുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒത്തിരി പേര് യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. സോ കമൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം ഈ വചനപ്പെട്ടി ആരെങ്കിലും വാങ്ങാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഈ ബൈബിളൊക്കെ കിട്ടുന്ന കടയുണ്ടല്ലോ, നമ്മളുടെ കടകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. സോ അങ്ങനെ അങ്ങനെ ഒരു പെട്ടി മേടിക്കുന്നത് നല്ലതാണ്. ഇപ്പം നമുക്ക് ബൈബിൾ കൊണ്ടുപോകാൻ പാടാത്ത സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ബൈബിൾ വചനങ്ങൾ നമ്മളുടെ കയ്യിലിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം ഞാനിങ്ങോട്ട് പോകുന്ന സമയത്ത് മേടിച്ചു വന്നതാണ്. അപ്പം നമുക്ക് ബൈബിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാ കൺട്രികളിലേക്കൊന്നും എനിക്ക് അലൗഡ് ആണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ബൈബിൾ കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരുവചനപ്പെട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള എല്ലാ വചനങ്ങളും നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. നമുക്ക് നല്ലൊരു
ഒരു കരുത്താണെന്ന് പറയാം ഈ തിരുവചനം പെട്ടി നമ്മുടെ കയ്യിലുള്ളത്. അപ്പം ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പുറത്ത് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നവർക്കൊക്കെ തിരുവചന പെട്ടി നമുക്ക് കൊണ്ടുപോകാം. ബൈബിളും കൊണ്ടുപോകാം ഓഫ് കോഴ്സ്. അത് കൊണ്ടുപോകാൻ പാടില്ലാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തിരുവചനങ്ങൾ ഉള്ള ഈ ചെറിയ തിരുവചന പെട്ടി നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഇത് പല രീതിയിൽ നമ്മൾക്ക് യൂസ്ഫുള്ളാണ്. ഒത്തിരി പോസിറ്റിവിറ്റി പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ തിരുവചന പെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് തിരുവചന പെട്ടി. അപ്പം ഇത് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസും അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് റിയലി കമൻറ്റബിൾ. അപ്പം തിരുവചനപ്പെട്ടി ഇല്ലാത്തവരൊക്കെ ഒരു തിരുവചനപ്പെട്ടി ഉണ്ടാക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ തിരുവചനപ്പെട്ടി കയ്യിൽ വെക്കുന്നത് നല്ലതാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സോ തിരുവചനങ്ങൾ എഴുതിയ ഈ ഒരു പെട്ടി കയ്യിലുള്ളപ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ആണ്. ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ബോധ്യവും, അല്ലെങ്കിൽ ഈശോ നമ്മളുടെ നമുക്കെപ്പോഴും സമീപസ്ഥനാണെന്ന് കാണിക്കുന്ന ഒരു ഇതാണ്. കാരണം നമ്മൾ കൂടി പോയി എടുത്തു കഴിയുമ്പം നമുക്ക് തരുന്ന ആ ഒരു വചനം നമുക്ക് കിട്ടുന്ന പോസിറ്റിവിറ്റി വലിയൊരു കാര്യം തന്നെയാണ്. ഞാനിപ്പോഴും ഓർക്കും, ഞാൻ എൻ്റെ പ്രോസസ്സിങ്ങും വിസ പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ആയി ഉടമ്പടി കഴിഞ്ഞിരുന്ന സമയങ്ങളിൽ കൂടുതലും ഞാനിപ്പോഴും വചനങ്ങൾ എനിക്ക് എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ വചനങ്ങളൊക്കെ ഒത്തിരി പോസിറ്റീവ് എനർജി തരുന്ന വചനങ്ങളായിരുന്നു. ഓരോ ദിവസവും ദൈവം കൈപിടിച്ച് നടത്തുന്ന രീതിയിൽ നമ്മുടെ വചനങ്ങൾ കാണിച്ചു തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് വിഷമത്തോട് കൂടി നമ്മൾ ഓടിപ്പോയി വചനം എടുക്കുമ്പം ആ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിൽ ചിന്തിച്ച് അതേ കാര്യത്തിന് വേണ്ടിയിട്ട് കിട്ടിയ പോലെ ദൈവം എന്തോ പറയുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് വചനപ്പെട്ടി യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പം വചനപ്പെട്ടി ഇല്ലാത്തവരൊക്കെ ഓരോ വചനപ്പെട്ടി വാങ്ങിക്കണം കേട്ടോ. സോ വചനപ്പെട്ടി ഇതാണ് തിരുവചനങ്ങൾ എന്ന് പറഞ്ഞെഴുതിയ ഒരു ചെറിയ പെട്ടിയാണ്. അടുത്ത് പല കളറിലുള്ള പേപ്പേഴ്സാണ് ഇട്ടേക്കുന്നത്. അപ്പം പല കളറിലുള്ള പേപ്പേഴ്സ് ഉണ്ട്. തിരുവചനപ്പെട്ടി എല്ലാവരും ഒരെണ്ണം സ്വന്തമാക്കുക കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.